ചേച്ചിമാരോട് ആന്റിമാരോടൊക്കെ പറയണ്ടേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് നെസ്റ്റോലാണ് കേട്ടോ. കുറെ നാളായി ചേട്ടൻ പറയുന്നത് വരുന്നതിന് മുന്നേ മുതൽ പറയണ്ടേ നെക്സ്റ്റ് തൃശ്ശൂര് വരണ്ടേ നമുക്ക് പോണം എന്നൊക്കെ. വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്നൊരു തീരുമാനം എടുത്തു. ഇപ്പൊ രാത്രി 9 മണിക്കാണ് ഞങ്ങളുടെ എത്തിയത്. പെട്ടെന്ന് പോയാലോ എന്ന് ചോദിക്കലും കഴിഞ്ഞ് ഡ്രസ് മാറലും വരവും കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വന്നതാണ്. ഞാൻ കയറാൻ പോകുന്നേ ഉള്ളൂ. ഇതാണ് എൻട്രൻസ്. അപ്പുറത്തെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങള് മറ്റേ തൊട്ടപ്പുറത്ത് തന്നെ കല്യാൺ ഹീറോന്റെ ഉണ്ട് ഷോറൂം. അതിന് തൊട്ടപ്പുറത്തായിട്ട് ഞങ്ങള് വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് നടക്കാട്ടെ ചെയ്തത്. ഈ വഴിക്കൂടെ കയറാണ്. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും മൊത്തത്തില് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് 99 ഓഫർ എന്നുള്ളത്. അപ്പൊ അതിപ്പോ ഞങ്ങളിവിടെ അപ്പൊ ഇവിടെ ഇങ്ങനെ ഫുള്ള് ഞങ്ങൾക്ക് ടൂറിൽ ഫുള്ള് അത് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അതും ഒന്ന് പോയി നോക്കാം. വന്നോ ആരെയൊക്കെ പിന്നെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അത് കമന്റിലൂടെ പറയണേ. അപ്പൊ വന്ന സ്ഥിതിക്ക് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു, സെൽഫി എടുത്തു. ഇനിയിപ്പോ എന്തായാലും ഞങ്ങൾ ആദ്യം 99 ഓഫേഴ്സിന്റെ അവിടേക്കാണ് കയറാന്ന് കരുതുന്നത്. അവിടെ കയറിയിട്ടോ നോക്കട്ടെ കേട്ടോ. അപ്പൊ പോവാം. കുറച്ചധികം കൂടുതൽ പേര് കൊണ്ടുപോകേണ്ട ഫുഡ് ഐറ്റംസ് ആണ് കേട്ടാ. ഇനിയിപ്പോ കേക്ക് നോക്കിയാൽ നമുക്കറിയാം. വേണം ഇനി വെറും 99 രൂപയ്ക്ക് നോക്കിയോക്കാം. നാട്ടിലെ നെസ്റ്റോയിൽ ഞാൻ ആദ്യമായിട്ടാ. ദേവട്ടി ഉണ്ണി നെസ്റ്റോയിൽ തന്നെ ആദ്യമാണ്. നമുക്ക് ഇത് കാണുമ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോകണമെന്ന് എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല. 99 തന്നെ എവിടെ ഇരിക്കണമെന്ന് അറിയില്ല. മൊത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഡിഷ് വാഷും കാര്യങ്ങളും കാണുന്നുണ്ട്, ബാത്റൂം വാഷ് കാണുന്നുണ്ട്, എൻകോ പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ സാധനം കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഷ് എടുക്കുമ്പോൾ ചെറിയൊരു മ്യൂസിക് കേട്ടു, അതേ സൗണ്ട് കൊടുത്തത്. പിന്നെ ഗാലക്സിയുടെ മുട്ടായികൾ, ദേവട്ടി ഗാലക്സിയിലാണ് കേട്ടോ. മുട്ടായികളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഡയറി മിൽക്ക് കാണുന്നുണ്ട്, സ്നിക്കേഴ്സ്, കിക്കറ്റ്, അങ്ങനെ ഓരോ മുട്ടായിയുടെ സെക്ഷനൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആ മുട്ടായിയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സെക്ഷൻ മുട്ടായിയുടെയാണ്. ഇപ്പുറത്ത് മുട്ടായി തന്നെ ഫുഡ് സെക്ഷൻ. ഫുഡ് വാങ്ങി അതിന് മേലെ ഫുഡ് കോർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് മേലെ വന്നിരുന്നു. ഞാൻ ചിക്കൻ ബിരിയാണിയായിട്ട് വാങ്ങിയത്. കുറെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിരിക്കണം. ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിക്കൻ, പിന്നെ തലശ്ശേരി ചിക്കൻ ബിരിയാണിയൊക്കെ ഞങ്ങൾ നോക്കിയത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് എന്നിട്ട് വേറെ ഉണ്ടാക്കിയതാണ്. മോള് തിരക്കൂട്ടി ഇറങ്ങിയപ്പോ 9:30 അപ്പൊ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത്. ഇത് 1 kg ബോക്സ് ആണ് കേട്ടോ. അവിടെ തലശ്ശേരി ചിക്കൻ ബിരിയാണിക്ക് 99 രൂപ 500 ഗ്രാം അല്ലേ നല്ല എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും കിട്ടില്ല. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത്. ഇതിന്റെ റേറ്റ് 219 രൂപയാണ് കേട്ടോ. പ്ലേറ്റിന് 3 രൂപ, വെള്ളത്തിന് 20. ഫുഡ് ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. അമ്മ കുളിച്ചേരടാ. ആണോ? നല്ല കയറിയിട്ട് കുളിക്കറിയാലേ.
ഇതാണ് ചിക്കൻ ബിരിയാണി. നല്ല ചൂടാട്ടാ. ഉണ്ണി ബിരിയാണി എന്ന് പറഞ്ഞാൽ സാധാ ബിരിയാണി ആണ്. മീൻസ് നമ്മൾ സാധാരണ വാങ്ങുമ്പോൾ അച്ചാറ് സലാഡ് അങ്ങനെയൊക്കെ കിട്ടുമല്ലോ. ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടാ. ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി തന്നെ ഉണ്ടാവുള്ളേ. പിന്നെ എന്തായാലും വാങ്ങണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങണം. ഇതൊന്നും പൊട്ടിച്ചു ഞാൻ വിചാരിച്ചപ്പോ മുടി എടുക്കുന്നു. ഞാൻ പാടുവോ? നീ കഴിച്ചാ കഴിച്ചോക്കിയാ? ഇതാരോട് പറഞ്ഞ ചിക്കൻ്റെ പീസ് കഴിച്ചോക്ക്. സ്പൂണ് തന്നൂരത്തെ കാരണം എടുക്കാൻ ഭയങ്കര നല്ല ചൂടുണ്ടല്ലേ പീസ്? അത് വലിയ പീസാണേ. നല്ല ചൂടുണ്ട്. ഞങ്ങൾ കൊടുന്നേക്കുമ്പോ ആ വീഡിയോ കണ്ടെടുത്തിട്ടുണ്ടാകും. അരി വേറെ മസാല അതിൽ ഞാനെങ്കിലും സെപ്പറേറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ടായിരുന്നു. ഒരു ഭാഗം മിക്സ് ചെയ്തിട്ടിട്ട കാരണം തോന്നുന്നുണ്ട്. പിടിക്കുമ്പോ ഭയങ്കര ഒപ്പലൊക്കെ ഫീൽ ചെയ്യുന്നു. ചൂട് കാരണമാണോ അങ്ങനെ ആക്കിയതുകൊണ്ടാണോ അറിയില്ല. എന്താ ആണോ അവരോട് പറയും. കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. പുളിഞ്ഞെടുത്ത പോലെ അല്ല, എന്തോ ഒരു മസാലയുടെ ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ നല്ല എരിവ്, അങ്ങനത്തെ ഒരു ചിക്കൻ്റെ പീസിന് നല്ല എരിവ് അങ്ങനെ തോന്നണില്ല. എന്തോ ഒരു മസാലയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടെന്ന് മാത്രം. സാധാ ഒരു മസാലയുടെ ടേസ്റ്റ് ഇല്ല, വേറെ എന്തോ ഒരു മസാലയുടെ ടേസ്റ്റ്. അതായത് ഈ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടില്ലേ, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ അതുപോലത്തെ ഒരു ഇത് കിട്ടുന്നുണ്ട് കേട്ടാ. പിന്നെ എരിവ് എന്ന് പറയാനൊന്നുമില്ല. എന്താടാ ഇല്ല, എനിക്കെരിയുണ്ടാ? ഇനിയിപ്പോ റൈസ് മാത്രം കഴിച്ചു നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. സാധാരണ ഒരു ഇത് കഴിക്കണം, അതന്നെ. പിന്നെ കുറെ മസാല ഒക്കെ ഉള്ള കാരണം അങ്ങനെ കഴിക്കാം. വേറെ ഒന്നും ഇല്ലെങ്കിലും കഴിക്കാം. എനിക്ക് അത്ര ഫീൽ ചെയ്തോളൂ കേട്ടാ. ഈ ചേട്ടൻ കഴിച്ചിട്ടുള്ള അഭിപ്രായം പറയും. ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിയ ഐറ്റം ഇതാണ്. ഇനി പോകുമ്പോ എന്തെങ്കിലും നോക്കണമെന്നുണ്ട്. നല്ല തിരക്കാ. ഞങ്ങൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ അപ്പത്തെ ടേബിളിലേക്ക് മോള് നന്നായി എത്തിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം വെച്ചിട്ട് നോക്കിയതാണ്. ഞാൻ ചേട്ടൻ ചോദിക്കുന്നത് എന്താന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ പയ്യന്മാര് ഭക്ഷണം കഴിക്കുക വർത്തമാനം പറയാൻ ചിരിക്കുകയാണ്, അതാവും പറഞ്ഞു. പിന്നെ എത്തിച്ചു നോക്കിയപ്പോഴാണ് ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇതാക്കണ കണ്ടത്. കട്ട് ചെയ്യണുണ്ടാണോ? കട്ട് ചെയ്യണമെന്നില്ല, അവര് കൈ കൊണ്ട് പൊട്ടിച്ച് ഇങ്ങനെ വായിക്കണം. ഒരാളുടെ ബർത്ത്ഡേ ആണോ? ആവണം. ഒരാൾ മാത്രം ആ പയ്യനെ അല്ലല്ല, അവന് ബർത്ത്ഡേ തന്നെയാണ്.
ദേവട്ടി അതിൻ്റെ പി ഏട്ടാ. അപ്പോൾ കുറച്ച് വലിയ വീഡിയോ ആണ്, പക്ഷെ ഞാനത് കട്ട് ചെയ്തു. കാരണം പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെറുതായിട്ടാണ്, അല്ലെങ്കിലും ചെയ്തത് വെറുതെ കോപ്പിറൈറ്റൊക്കെ വരും. അപ്പോൾ ദേവട്ടി ഉണ്ണിയും കൂടി ആദ്യമായിട്ട് നെസ്റ്റോ വന്ന് ഉള്ള വിശേഷങ്ങളും ഞങ്ങൾ ഭക്ഷണം കഴിച്ച കാര്യങ്ങളും പിന്നെ അവിടുത്തെ തിരക്കും കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന പോലെ നെസ്റ്റോ തുടങ്ങിയ സമയത്തുള്ള വീഡിയോ ആണ് കുറേ നാൾ കഴിഞ്ഞാണ് ഇടുന്നത്. അപ്പോൾ അപ്പോഴുള്ള നെസ്റ്റോൻ്റെ അവസ്ഥയാണ്. മുകളിൽ തുണിക്കട സെക്ഷൻ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ദേവട്ടി ഇതാ ബായ് പറഞ്ഞു. ഇതാ എൻട്രൻസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് കയറി വന്നത് ഞങ്ങൾ. കുറേ കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ, ഗൾഫിലത്തെ പോലെ തന്നെ കുറേ കൗണ്ടർ, ബില്ലിൻ്റെ അവിടെ കുറേ കൗണ്ടറുണ്ട്. കുറച്ച് കൗണ്ടർ ഇട്ട് തട്ടിക്കൂട്ട് പരിപാടിയൊന്നുമല്ല. ആശാനും മോളും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കണം കേട്ടോ. ഞാൻ ഒന്നൊന്ന് കാണിച്ചു തരാം. എന്നാൽ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതാ. എന്നാ സുന്ദരിമണി ഇടുന്ന ഓടുണ്ട്. ഇവിടെ മെല്ലാം നടന്നോളാം ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ 3 നാളും കൂടിയിട്ടുള്ള ആദ്യത്തെ നെസ്റ്റോ പോക്ക്. ഞാൻ ഗൾഫിലുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെസ്റ്റോയിലും ലുലുവിലൊക്കെ പോയിരുന്നു അജ്മാനിലുള്ള സമയത്ത്. അപ്പോൾ ഉണ്ണി നേടി ആദ്യമായിട്ടാണ് കണ്ടത്. സുന്ദരിമണി ഫുള്ള് ഹാപ്പിയാണ്, ഡാൻസൊക്കെ കളിച്ച്. സമയം 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് പോട്ടാ, ഫുൾ ഉഷാറായിട്ട് നിൽക്കണം. അപ്പോൾ ബായ്. ഇതാണ് തൃശ്ശൂർ നെസ്റ്റോൻ്റെ ഞങ്ങളുടെ വിശേഷം.